Hi friends, again welcome to my YouTube channel. അപ്പോൾ നമ്മളെ പ്രിയപ്പെട്ട അബ്ദുറഹീം ജയിൽ മോചിതനായി. അപ്പോൾ അബ്ദുറഹീമിനെ ബോച്ചയൊക്കെ ഇടപെട്ട് എന്താ പറയുക, പടച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് 20 വർഷത്തെ കാലയളവിന് ശേഷം അദ്ദേഹം ജയിൽ മോചിതനായി. നമ്മളെല്ലാവരും ആ വാർത്തയൊക്കെ കണ്ട് സന്തോഷിച്ചു. അബ്ദുറഹീം ഉമ്മയുമായി സ്നേഹം പങ്കിടുന്നതും അല്ലെങ്കിൽ തുടർന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ സന്തോഷിച്ചു. അതിൻ്റെ ഇടയിൽ ചില വിഷന്തീനികൾ, അതായത് നമ്മളെ ശശികലയെ പോലുള്ള ചില വിഷന്തീനികൾ വന്നിട്ട് പറഞ്ഞു, അയാൾ കൊലയാളിയല്ലേ, അതല്ലേ ഇതല്ലേ, കൊലയാളിയെ രക്ഷിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് ചില വിഷന്തീനികളൊക്കെ വന്നു. അപ്പോൾ അബ്ദുറഹീമിനെ കുറിച്ച്, അബ്ദുറഹീം എന്താണ് ചെയ്ത തെറ്റ്, എങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ, അബ്ദുറഹീമിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ നമ്മുടെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാം. 2 പാർട്ടായിട്ടാണ് ഞാൻ ഇട്ടത്. പിന്നെ അബ്ദുറഹീം കാരണം ചില തെറ്റിദ്ധാരണകൾ കാരണം ഒരാൾ ജയിലിൽ അകപ്പെട്ടു. അബ്ദുറഹീമിൻ്റെ കൂടെ തന്നെ ഒരു മലയാളി ചില തെറ്റിദ്ധാരണകൾ കാരണം ജയിലിൽ അകപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയും അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ കാര്യങ്ങളും ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ 2 വീഡിയോ നമ്മളെ യൂട്യൂബിലുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് കാണാം. പിന്നെ ഇന്ന് പറയുന്ന വിഷയം, അബ്ദുറഹീം രക്ഷപ്പെട്ടല്ലോ, ഇനി നിമിഷപ്രിയയുടെ കാര്യം എന്തായി? അബ്ദുറഹീമിനോട് കാണിച്ച കാരുണ്യം എന്തുകൊണ്ട് മനുഷ്യർ നിമിഷപ്രിയയോട് കാണിക്കുന്നില്ല എന്നൊക്കെയാണ് ഇപ്പോഴത്തെ പുതിയ വിഷയം. പക്ഷേ നിമിഷപ്രിയയുടെ കാര്യത്തിലൊരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ബ്ലഡ് മണി മേടിക്കാൻ ഈ പറയുന്ന കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബക്കാർ സമ്മതിക്കുന്നില്ല. ആ തലാലിൻ്റെ കുടുംബക്കാർ പറയുന്നത് നിമിഷപ്രിയക്ക് വധശിക്ഷ നൽകണം എന്ന് തന്നെയാണ് നിമിഷപ്രിയ ഇവർ പറയുന്നത് കൊണ്ടാണ് ഈ കേസ് ഒരു പുരോഗതി ഇല്ലാത്തത്. അപ്പോൾ ഇതിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ എന്താണ്? നമ്മുടെ കാന്തപുരം ഉസ്താദ് ഇടപെട്ട് ഇനി എന്തായാലും വധശിക്ഷ ഉണ്ടാവില്ല. ഞാനിതിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ അറിയാൻ വേണ്ടി മഹാനായ കാന്തപുരം ഉസ്താദിൻ്റെ മർക്കസിലെ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത്, നിങ്ങൾ ഈ കാര്യം അറിയാൻ ഉസ്താദിനെയോ ഉസ്താദിൻ്റെ PAയോ കാണാനാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് ഉസ്താദിനെ PAയോ ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഈ വിഷയത്തിൽ, ഈ എന്താ പറയുക, നമ്മുടെ നിമിഷപ്രിയയുടെ വിഷയത്തിൽ ലേറ്റസ്റ്റ് ആയിട്ട് എന്താണ് സംഭവിച്ചതെന്നുള്ളതൊരു വാർത്താ ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിമിഷപ്രിയക്ക് രക്ഷപ്പെടാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വാർത്താ ക്ലിപ്പ് കാണുമ്പോൾ മനസ്സിലാവും. ഞാനപ്പോൾ ജസ്റ്റ് ആ ക്ലിപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയിരുത്താം കേട്ടോ. ഓക്കെ, ബൈ ഗൈസ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും കേന്ദ്രം അറിയിച്ചു. യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി പുതിയ മധ്യസ്ഥനെ നിയോഗിച്ചതായി കേന്ദ്രം സുപ്രീംകോടതിയെ അറിയിച്ചു. നേരത്തെ ഹർജി നൽകിയ കെ പോളാണോ എന്ന കോടതിയുടെ ചോദ്യത്തിന് അല്ലെന്ന് കേന്ദ്രം മറുപടി നൽകി. നിമിഷയുടെ ജീവനിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും നല്ല കാര്യങ്ങൾ സംഭവിക്കുമെന്ന പ്രതീക്ഷയുണ്ടെന്നും കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. കേസ് പരിഗണിക്കുന്നത് ജനുവരിയിലേക്ക് മാറ്റിയെങ്കിലും പുതിയ സംഭവങ്ങളുണ്ടായാൽ കോടതി പരിഗണിക്കുമെന്ന് അറിയിച്ചു. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ വധശിക്ഷ സ്റ്റേ ചെയ്തിരിക്കുകയാണെന്നും കേന്ദ്രം സുപ്രീംകോടതിയെ അറിയിച്ചിരുന്നു. നിമിഷപ്രിയയുടെ മോചനത്തിനായി കെ പോൾ പണം പിരിക്കുന്നത് തങ്ങളുടെ അറിവോടെയല്ലെന്നും പണപ്പിരിവിന് ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു. നേരത്തെ ജൂലൈ 16 നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും ചർച്ചകളെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു. കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബത്തിന് ദയാധനം നൽകുന്നത് സംബന്ധിച്ച ചർച്ചകൾ നടന്നെങ്കിലും പരാജയപ്പെട്ടു. ഇതോടെയാണ് മോചനവും ശിക്ഷയിലെ തുടർ നടപടികളും സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നത്. 2017 തലാലിന്റെ കൊലപാതകം നടക്കുന്നത്. തലാലിന് അമിത ഡോസ് മരുന്ന് കുത്തിവെച്ചാണ് കൊലപ്പെടുത്തിയത്. തുടർന്ന് മൃതദേഹം വീടിന് മുകളിലെ ജലസംഭരണിയിൽ ഒളിപ്പിച്ചെന്നാണ് കേസ്. 2020 യമൻ കോടതി നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിക്കുകയായിരുന്നു. 2024 ഡിസംബറിലാണ് യമൻ പ്രസിഡന്റ് റഷദ് അൽ അലിമി വധശിക്ഷയ്ക്ക് അംഗീകാരം നൽകിയത്. ഈ വിഷയത്തിൽ പുതിയ മധ്യസ്ഥനെ നിയമിച്ചത് നിർണായക ഘട്ടമാണ്. നിമിഷപ്രിയയുടെ ജീവന് നിലവിൽ ആശങ്കയില്ലെന്ന് നിമിഷപ്രിയ ആക്ഷൻ കൌൺസിലും സുപ്രീംകോടതി അറിയിച്ചിട്ടുണ്ട്. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. യമനിൽ